ഹലോ ഗൈസ്, ജിതിനാണ്. ഈ ഒരു സ്പിരിച്വൽ ബഡി. പലരും യൂട്യൂബിൽ പല മന്ത്രങ്ങളും കേട്ടിട്ട് ചൊല്ലുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ചില മന്ത്രങ്ങൾ നമുക്ക് ഗുരുനാഥൻ്റെ ഉപദേശമില്ലാണ്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. എസ്പെഷ്യലി ബീജമന്ത്രാസ്. ബീജം മീൻസ് യൂണിവേഴ്സ് ഉണ്ടായപ്പോൾ ജനറേറ്റ് ചെയ്ത സൗണ്ട്സ് അല്ലെങ്കിൽ സീഡ്സ്, അതാണ് ബീജമന്ത്രാസ്. ഇത് പ്രോപ്പറായിട്ടുള്ളൊരു ഗുരുനാഥൻ നിങ്ങൾക്ക് നിങ്ങളുടെ ചുവട്ടിൽ പറഞ്ഞു തരുന്ന മന്ത്രാസാണ്. ദീക്ഷ എന്നൊക്കെ പറയുന്ന പരിപാടിയിൽ അതിനകത്ത് തരുന്ന മന്ത്രാസാണ്. ചുമ്മാ കുറേ പേര് യൂട്യൂബിൽ ഇത് പോയിട്ട് പറയുന്നുണ്ട്, ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ മാറും, നിങ്ങൾക്ക് പൈസകൾ വരും, സമ്പത്തൊക്കെ ഉണ്ടാവും. പക്ഷേ പ്രോപ്പറായിട്ടല്ല ഇത് ചൊല്ലുന്നെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. അല്ലാണ്ട് കുറേ മന്ത്രാസ് ഉണ്ട്, ഈ ബീജ മന്ത്രാസ് അല്ലാത്ത നോർമൽ മന്ത്രാസ്. ഈ മന്ത്രാസൊക്കെ ചൊല്ലുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആൾ കഴിയുമ്പോൾ ഈ ഫെയ്ത്ത് പോവും, ഇതിനകത്തുള്ള വിശ്വാസം പോവും, നമ്മൾ പിന്നെ നിർത്തും. അങ്ങനെയല്ല, വിശ്വാസം പോകരുത്. കണ്ടിന്യൂസ്ലി നമ്മളിത് അറ്റൈൻ ചെയ്യണവരെ, അല്ലെങ്കിൽ നമ്മളിത് അറ്റൈൻ ആയി എന്ന രീതിയിൽ എത്തണവരെ നമ്മളിത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അറ്റൈൻ ആയി കഴിഞ്ഞാൽ നമ്മൾ നിർത്തരുത്, കണ്ടിന്യൂസ്ലി ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ ഇതിനകത്ത് ബലം കിട്ടുള്ളൂ. പിന്നെ ഈ ബീജമന്ത്രാസ്, അതായത് ക്ലീം, ഐം എന്നൊക്കെ പറയുന്ന സൗണ്ട്സൊക്കെ ബീജമന്ത്രാസാണ്. ഇത് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ ചക്രാസ്, ഈ ക്ലീം എന്നൊക്കെ പറയുന്ന സൗണ്ട് നമ്മുടെ സേക്രൽ ചക്രാസോ, സേക്രലല്ല, ഹാർട്ട് ചക്ര കംപ്ലീറ്റ്ലി ഓപ്പൺ ആയി കഴിഞ്ഞാൽ മേളിലോട്ട് പോകേണ്ട സാധനമാണ്. നമ്മൾ ചിലപ്പോൾ ഈ പറയുന്ന താഴത്തെ റൂട്ട് ചക്രയിലൊക്കെ ബ്ലോക്ക് ആയി കിടക്കുന്ന ആൾ ഈ സാധനം കയറി ചൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ടാണ് യൂട്യൂബിൽ വരുന്ന പല ബീജമന്ത്രാസും നിങ്ങൾ കേട്ട് ചൊല്ലാൻ നിൽക്കരുത്. ഒരു ഗുരുനാഥൻ നിങ്ങളെ തേടി വരും നിങ്ങൾക്ക് ടൈം ആകുമ്പോൾ. ഈ സ്പിരിച്വൽ ജേണിയിൽ പുള്ളി നമ്മുടെ ബോഡി അനലൈസ് ചെയ്തിട്ട്, നമ്മുടെ മൈൻഡ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്കൊരു മന്ത്രാസ് തരും. എല്ലാവർക്കും ഒരു മന്ത്രാസ് പറയാൻ പറ്റുന്നില്ല, കാരണം നമ്മുടെ ബോഡിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് മന്ത്രാസ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ ആരെയാണോ ഉപാസിക്കുന്നത് അവർക്കുള്ള മന്ത്രാസ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാവർക്കും പല മന്ത്രാസും പറഞ്ഞിട്ട് അവിയിലാക്കാൻ പറ്റില്ല. നല്ലൊരു ഗുരുനാഥൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഞാൻ പറയുന്നുണ്ട്, ഞാൻ നല്ലൊരു ഗുരുനാഥനല്ല. ഞാൻ അതേപോലെ എന്നെ തേടി വരുന്നവർക്ക് ഞാൻ ബീജമന്ത്രമൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. എനിക്കൊരു ബീജമന്ത്രം അറിയാവുന്നുണ്ട്, പക്ഷേ ഞാനത് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. കാരണം ഞാനതിട്ട് എനിക്കായിട്ട് കിട്ടിയൊരു മന്ത്രമാണ്, അത് പറഞ്ഞു തന്നൊരു മന്ത്രമാണ്, അത് എൻ്റെ സീക്രട്ടാണ്. അതേപോലെ നിങ്ങൾക്കൊരു ഗുരുനാഥൻ വരും. അതേപോലെ ഈ പറയുന്ന സ്പിരിച്വൽ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും അവേക്കനിങ് പോലെ പ്രോസസ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോടും അത് ഷെയർ ചെയ്യാണ്ടിരിക്കുക. ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അതിൻ്റെ ഗ്രോത്ത് കുറയാൻ തുടങ്ങും. സോ ഞാൻ പറഞ്ഞു, നല്ല കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. പൊട്ടയായ തോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് പറഞ്ഞ് കളയുക. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാനുള്ളതുള്ളൂ. കാരണം പലരും പല കാര്യങ്ങളും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള മന്ത്രാസൊക്കെ ചൊല്ലി നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കാണ്ടിരിക്കുക.